amount of alcohol is good for you. It only gives you short-term pleasure, and that short-term pleasure gives you long-term damage. And when I say this, I know that some people will come up saying, we want that short-term pleasure. However, this is being a dictator to your body, where you have been given a responsibility to take good care of it, and you are ruling it in a direction where I will do whatever I want. As the saying, with great power comes great responsibility. ആക്ച്വലി ഈ ഇൻഫ്ലുവൻസർ ഒരുപാട് നല്ല പോയിൻ്റാണ് ഇതിൻ്റെ അകത്ത് റേസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് പറയുന്നത്, അതായത് ഒരു സ്ട്രിക്റ്റ് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ, അതായത് മദ്യത്തിനൊരു ലെവലില്ല, അതായത് സേഫായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഏതായാലും പഠനങ്ങളിലൊന്നുമില്ല അത് ശരീരത്തിന് നല്ലതെന്ന് പറയുന്നത്. രണ്ടാമത്, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി തന്നേക്കുവാണ്, അതായത് നമുക്ക് നന്നായി പ്രവർത്തിക്കുന്ന ഒരു ശരീരമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൻ്റെ അകത്തത്, അതിനെ നന്നായിട്ട് നോക്കുക എന്നുള്ളത്. സോ മദ്യപിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ടേം, കുറച്ച് നേരത്തേക്കുള്ളൊരു പ്രഷറിന് വേണ്ടി നമ്മൾ ലോങ് ടേം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷനുകളെ വരുത്തി വയ്ക്കുകയാണ്. അപ്പം പഠനങ്ങൾ പറയുന്നത് ഒരു സേഫ് ലെവൽ ഓഫ് ആൽക്കഹോൾ ഇല്ല. ഏതൊരു ലെവലും നമ്മുടെ ശരീരത്തിൻ്റെ മുടി തൊട്ട് നഖം വരെയും അതിന് ബാധിക്കാൻ പറ്റും, ഏതൊരു ചെറിയ ലെവലിലും. അതേപോലെ തന്നെ 20ഓളം ക്യാൻസറുകൾക്കൊരു റിസ്ക് ഫാക്ടറാണ് ആക്ച്വലി മദ്യം. സോ മദ്യത്തിനൊരു സേഫ് ലെവലില്ല. മദ്യം ഉപയോഗിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യാനും നമുക്കൊരിക്കലും സാധിക്കുകയില്ല.